ഫെബ്രുവരി 13, 2026 ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു വലിയ ബ്ലഡ് ബാത്ത് അനുഭവമാണ് ഉണ്ടായിരിക്കുന്നത്. BSE സെൻസെക്സ് 1000 പോയിന്റിന് മുകളിൽ തകർന്നു. നിഫ്റ്റി 50 25,500 താഴേക്ക് ഇടിഞ്ഞു. പ്രധാന കാരണം IT സെക്ടറിലെയും മെറ്റൽ സ്റ്റോക്കുകളിലെയും ശക്തമായിട്ടുള്ള സെൽ ഓഫ് ആണ്. കൂടാതെ ഗ്ലോബൽ ക്യൂസിന്റെ ഒരു വീക്ക് ആയിട്ടുള്ള ന്യൂസും നമുക്ക് കാണാൻ കഴിഞ്ഞു. നിഫ്റ്റി 50 25,471 ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റി 60,186, സെൻസെക്സ് 82,626. IT മെറ്റൽ സെക്ടർ ഒരു അണ്ടർ പ്രഷറിലാണ്. നിഫ്റ്റി IT മൂന്നാം ദിവസവും കനത്ത ഇടിവ് രേഖപ്പെടുത്തി. ALD ഡിസ്ട്രപ്ഷൻ ഫിയർ കാരണം IT ഹെവി വെയ്റ്റ്സിൽ വലിയ രീതിയിലുള്ള ഒരു ഡൗൺ സൈഡ് മൊമെന്റം കാണാൻ കഴിഞ്ഞു. ഇൻഫോസിസ് ഏതാണ്ട് 7.5% വരെ ഇടിയുന്നതും കാണാൻ കഴിഞ്ഞു. ടാറ്റ കൺസൾട്ടൻസി ശക്തമായിട്ടുള്ള സെല്ലിംഗ് പ്രഷർ കാണാൻ കഴിഞ്ഞു. ടെക് മഹീന്ദ്രയും താഴേക്ക് പോകുന്നതാണ് കണ്ടത്. അതേസമയം നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി റിയാലിറ്റി സെക്ടറുകളും ഹെവി കറക്ഷൻ വരുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. ടോപ്പ് 3 ഇൻഡിവിജ്വൽ സ്റ്റോക്ക് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ 26 ക്വാർട്ടർ 3 റിസൾട്ടിൽ ശക്തമായിട്ടുള്ള റിസൾട്ടിനെ തുടർന്ന് 14% സർജ് ചെയ്തുകൊണ്ട് എഞ്ചിനീയേഴ്സ് ഇന്ത്യ നല്ല ഒരു പോസിറ്റീവ് മൊമെന്റം കാണിച്ചു. പ്രോഫിറ്റ്, റവന്യൂ ഇവ രണ്ടിലും ഒരു സോളിഡ് ഗ്രോത്ത് ആണ് കാണാൻ കഴിഞ്ഞത്. മുത്തൂറ്റ് ഫിനാൻസ് സ്റ്റാൻഡ് അലോൺ പ്രോഫിറ്റ് 95% ജമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടും സ്റ്റോക്ക് 12% വരെ ഡൗൺ സൈഡ് പോയത് കാണാൻ കഴിഞ്ഞു. മാർക്കറ്റ് എക്സ്പെക്ടേഷൻസ് ആൻഡ് പ്രോഫിറ്റ് ബുക്കിംഗ് കാരണം നെഗറ്റീവ് റിയാക്ഷൻ ഉണ്ടായി എന്ന് തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. IT സെക്ടറിലാണെങ്കിൽ ഇൻഫോസിസ് ഫോക്കസിലായിരുന്നു. IT സെക്ടർ വൈഡ് സെൽ ഓഫ് മൂലം 3 ദിവസത്തിൽ നിഫ്റ്റി IT ഏകദേശം 12% നഷ്ടത്തിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെക്ടർ സെന്റിമെന്റ് വളരെ വീക്കാണ്. ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ ബജാജ് ഫിനാൻസ്, ഏഷ്യർ മോട്ടോഴ്സ്, SBI ലൈഫ്, SBI. ടോപ്പ് ലൂസേഴ്സ് നോക്കുകയാണെങ്കിൽ ഹിൻഡാൽകോ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, എറ്റേണൽ ആൻഡ് അദാനി നെറ്റ്വർക്ക്. നമുക്ക് ഇന്നത്തെ ഒരു മാർക്കറ്റ് സമ്മറി നോക്കാം. ഡിസ്ട്രപ്ഷൻ ഫിയർ കാരണം ഗ്ലോബൽ ക്യൂസ്, IT മെറ്റൽ സെക്ടർ ഒക്കെ സെൽ ഓഫ് ചെയ്തു. ഇവയൊക്കെ ചേർന്നാണ് ഇന്നത്തെ ഒരു ഷാർപ്പ് കറക്ഷന്റെ പ്രധാന കാരണം ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. ഡൊമസ്റ്റിക് ബൈയിങ് ഉണ്ടായിരുന്നെങ്കിലും ഓവറോൾ സെന്റിമെന്റ് വീക്കായിരുന്നു. അപ്പോൾ മാർക്കറ്റിൽ ഒരു ഷാർപ്പ് കറക്ഷൻ വന്നിരിക്കുകയാണ്. 26,000 കഴിഞ്ഞ് മുകളിലേക്ക് പോകുന്നുള്ള നമ്മുടെ ഒരു പ്രഡിക്ഷൻ ഉടനെ ഉണ്ടാവില്ല എന്ന് നമുക്ക് കരുതാം. ഇനി ഒരു റിജക്ഷന് ശേഷം മാത്രം അത്തരത്തിലൊരു പോസിറ്റീവ് മൊമെന്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുവരേക്കും നമുക്ക് ശ്രദ്ധയോടെ ട്രേഡ് ചെയ്യാം. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ബൈ.